അപ്പോൾ രണ്ട് വഞ്ചിയിലും കാല് വെച്ച് മുന്നോട്ട് പോകുന്നത് എങ്ങനെ എന്നതിനെ പറ്റി സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹലോ, ബിഗ് ബോസിൽ ഇന്നലെ ഫാദേഴ്സ് ഡേ ആയിരുന്നു. നോറയുടെ, സിജോയുടെ ആൻഡ് അഭിഷേകിന്റെ ഫാദേഴ്സ് ആണ് വന്നത്. ഇവിടെ മൂന്നുപേരുടെ അച്ഛന്മാർ മൂന്ന് തരത്തിലുള്ളവരായിരുന്നു, മൂന്ന് കാഴ്ചപ്പാടുകളുള്ളവരായിരുന്നു. സിജോയുടെ അച്ഛൻ ഒരു എക്സൈറ്റഡ് മൂഡിലായിരുന്നു, അതായത് ഒരു നാടൻ അച്ഛൻ്റെ എല്ലാ ഭാവങ്ങളുള്ള ഈ ഷോയിലേക്ക് വരാൻ പറ്റിയുള്ള എക്സൈറ്റ്മെന്റ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അച്ഛനായിരുന്നു. അദ്ദേഹം വന്ന് 5 മിനിറ്റിനുള്ളിൽ 50 പ്രാവശ്യം പറഞ്ഞു ഞങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ, വേറെ ആരും വന്നിട്ടില്ലെന്ന്. അപ്പോൾ തന്നെ വന്നവർക്കും നിന്നവർക്കും കണ്ടവർക്കും എല്ലാം മനസ്സിലായി അവർ മാത്രമേ വന്നിട്ടുള്ളൂ, വേറെ ആരും വന്നിട്ടില്ല. അതേസമയം അഭിഷേകിന്റെ അച്ഛൻ ഓർത്തഡോക്സുമല്ല, എന്നാൽ അധികം നാടനുമല്ലാത്ത രീതിയിലുള്ള ഒരു അച്ഛനായിരുന്നു. നോറയുടെ അച്ഛനാണെങ്കിൽ ഓർത്തഡോക്സ് ടൈപ്പ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്, കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടൈപ്പ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അഭിഷേകിന്റെ അച്ഛൻ കുറച്ചുകൂടെ ജോളിയായിരുന്നു, കുറച്ചുകൂടെ മെച്യൂർഡ് ബിഹേവിയർ ഉള്ള, കുറച്ചുകൂടെ മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ അറിയുന്ന, ഇന്ററാക്ട് ചെയ്ത് മറ്റുള്ളവരെ എന്റർടൈൻ ചെയ്യിക്കാൻ അറിയുന്ന ഒരു ഫാദറായിട്ടാണ് തോന്നിയത്. അപ്പോൾ രാവിലെ ചാലക്കുടി ചന്തയുടെ പാട്ട് വന്നപ്പോൾ ജാസ്മിൻ വിചാരിച്ചിരുന്നത് ജാസ്മിന്റെ ഫാദർ വരുമെന്നാണ്. ഇവർ മൂന്നുപേരും വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ജാസ്മിന് തൻ്റെ അച്ഛൻ വന്നിട്ടില്ല. അപ്പോൾ ജാസ്മിൻ റഷ്മിനോട് പറയുന്നുണ്ടായിരുന്നു, രാവിലത്തെ ചന്തയുടെ പാട്ട് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എൻ്റെ അച്ഛൻ വരും, എൻ്റെ ഫാമിലി വരുമെന്നാണ്. എന്നെ സ്കൂളിൽ വിളിക്കുന്നത് പോലും മീൻകാരൻ ജാഫറിൻ്റെ മോളെ എന്നാണ് ജാസ്മിൻ പറയുന്നത്. എന്തായാലും 3 അച്ഛന്മാരും വന്നു, ശേഷം അവരുടെ വീട്ടുകാരും വന്നു. അഭിഷേകിൻ്റെ പെങ്ങൾ, സിജോയുടെ അമ്മ, നോറയുടെയും അമ്മ, ഇങ്ങനെ മൂന്നുപേരുടെയും ഫാമിലീസിലുള്ളവർ ബാക്കി മെമ്പേഴ്സും വന്നു. അപ്പോൾ നോറയും അച്ഛനും തമ്മിൽ ഇപ്പോഴും ഈഗോ ക്ലാഷ് ഉണ്ടെന്നാണ് തോന്നുന്നത്. രണ്ടുപേരുടെയും തലച്ചോറിൽ ഈഗോ സ്ഥിര താമസമാക്കിയ മട്ടിലാണ് കാര്യങ്ങൾ. അങ്ങനെയാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. കാരണം രണ്ടുപേരും ഇപ്പോഴും കംപ്ലീറ്റ്ലി എഗ്രി ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി മറ്റൊരാളെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അവർ ഇനി തിരിച്ചു ചെല്ലുമ്പോൾ, ഇപ്പോൾ നമുക്ക് മഞ്ഞുരുകിയതുപോലെ ഒരു ഫീൽ കിട്ടുന്നുണ്ടെങ്കിലും, പക്ഷെ തിരിച്ചു ചെല്ലുമ്പോൾ അത്ര ഓക്കെ ആയിരിക്കും കാര്യങ്ങളെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇവർ രണ്ടുപേരും ഇടയ്ക്ക് ഉമ്മയ്ക്ക് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നോറയുടെ അച്ഛൻ പറയുന്നത് നോറയെ ഒരു കളക്ടർ ആക്കണമെന്നായിരുന്നു തൻ്റെ ആഗ്രഹം എന്നാണ്. പക്ഷെ കളക്ടറാക്കാൻ ആഗ്രഹമുള്ള ആൾ എന്തിനാണ് 21ാമത്തെ വയസ്സിൽ നോറയെ കല്യാണം കഴിപ്പിച്ച് വിട്ടത് എന്നാണ് ഉത്തരം കിട്ടാത്ത ചോദ്യം. അപ്പോൾ വേണമെങ്കിൽ പറയാം, കല്യാണം കഴിച്ചതിന് ശേഷം ഭർത്താവിൻ്റെ വീട്ടിൽ ചെന്നും പഠിച്ച് വേണമെങ്കിൽ സിവിൽ സർവീസ് എടുക്കാമെന്ന്. അങ്ങനൊന്നും നടക്കത്തില്ല, അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് ഭർത്താവിൻ്റെ വീട്ടുകാരും കൂടെ എഗ്രി ചെയ്യണം, അതല്ലെങ്കിൽ നോറയെ അത്രയും ഹാർഡ് വർക്ക് ചെയ്യണം. അങ്ങനെയൊക്കെ ഹാർഡ് വർക്ക് ചെയ്താൽ ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ അതിന് പോസിബിലിറ്റീസ് കുറച്ച് കുറയും. സ്വന്തം വീട്ടിലെ പോലെ സ്വാതന്ത്ര്യം ഭർത്താവിൻ്റെ വീട്ടിൽ കിട്ടാൻ ഇപ്പോഴും ചാൻസ് കുറവാണ് പെൺകുട്ടികൾക്ക്. സൊസൈറ്റി അത്രയൊന്നും മാറിയിട്ടൊന്നുമില്ല. വേണമെങ്കിൽ ഒരു ഭംഗിക്ക് വേണ്ടി പറയാം, നമ്മൾ യൂറോപ്യൻ സ്റ്റാൻഡേർഡാണ്, നമ്മൾ വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നുവെന്ന്. പക്ഷേ ഗ്രൗണ്ട് ലെവലിലേക്ക് വരുമ്പോൾ, ഗ്രൗണ്ട് റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ IAS ആക്കേണ്ട മോളെ 21ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു വിട്ട ബാപ്പയായിരുന്നു ഇന്നലത്തെ എൻ്റെ ഹീറോ. അപ്പോൾ അഭിഷേകിൻ്റെ അച്ഛനും പെങ്ങളും ഒക്കെ കുറച്ചുകൂടെ റിസർവ് ടൈപ്പ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഈ അഭിഷേകുമായിട്ടുള്ള സംസാരം തന്നെ വളരെയധികം കൺട്രോൾഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. വളരെ അധികം സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോണ്ടിങ് അല്ലെങ്കിൽ ജോളിയായിട്ടുള്ളൊരു സംസാരം അവർക്കിടയിൽ കണ്ടില്ല. മുമ്പ് അർജുൻ്റെ പെങ്ങൾ വന്നപ്പോൾ അർജുനും പെങ്ങളുമായിട്ടുള്ള ഒരു ബോണ്ടിങ് ഒരു ഡിഫറെൻറ്റ് ലെവലായിരുന്നു. അവർ തമ്മിൽ കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട്, കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് സംസാരിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഈവനിങ് ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ഇവർക്ക്, ഈ 3 ലേഡീസിനും ഈ കണ്ടസ്റ്റൻസിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ ചോദിക്കുന്ന ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. നമ്മുടെ അൻസിബയാണ് ചോദ്യങ്ങൾ ചോദിച്ചത് ക്യൂ കാർഡിൽ നിന്ന്. അപ്പോൾ ആ ചോദ്യങ്ങളിൽ നിന്ന് വ്യക്തമായ മറ്റൊരു കാര്യം, ഈ അഭിഷേകും അച്ഛനും ഒക്കെ കുറച്ചുകൂടെ റിസർവ് ടൈപ്പാണ്, കുറച്ച് അധികം ഓപ്പൺ ആയിട്ട് സംസാരിക്കാത്ത ടൈപ്പാണ്. അത് തന്നെ നമുക്ക് പകലിലെ ഇവരുടെ ഇന്ററാക്ഷൻസിൽ നിന്നും പരസ്പരമുള്ള സംസാരത്തിൽ നിന്നും മനസ്സിലാവുന്നതാണ്. സംസാരിക്കുന്നുണ്ടെങ്കിലും അത്രയും അങ്ങോട്ട് ഓപ്പൺ ആയിട്ടോ അത്രയും ഫ്രീ ആയിട്ടുള്ള സംസാരം അല്ലായിരുന്നു. അതേസമയം സിജോയുടെ ഫാദർ ഒരു മ്യൂസിക്കാരനൊക്കെയാണ്, അമ്മ പാട്ടൊക്കെ പാടും, പക്ഷെ പാട്ട് പാടാൻ സാധിച്ചില്ല. അപ്പോൾ സിജോയുടെ അമ്മയും വന്നിട്ട് അഭിഷേകിനോട് പറയാണ്, മോനെ ഞാൻ നിന്റെ അമ്മയെ പോലെ തന്നെയാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ വരുന്ന അമ്മമാരെല്ലാവരും ചടങ്ങാക്കി വെച്ചേക്കാണ്, അഭിഷേകിനോട് പറയണം ഞാൻ നിന്റെ അമ്മയാണെന്ന്. അങ്ങനൊന്നും അവനൊന്നും ആർക്കും പറ്റത്തില്ല. വേണമെങ്കിൽ ഒരു ഭംഗിക്ക് വേണ്ടി പറയാം, അത്രയേ ഉള്ളൂ. അത് ഈ ഷോയുടെ കഴിയുന്ന കാലം വരെ, അല്ലെങ്കിൽ ഷോയിൽ വന്നിരിക്കുന്ന 1-2 മണിക്കൂർ നേരത്തേക്ക് പറയാമെന്നേ ഉള്ളൂ, അല്ലാതെ യഥാർത്ഥ ഫീലൊന്നും അവിടെ കിട്ടത്തുമില്ല. അത് കാണുന്ന കാഴ്ചക്കാർക്കും അത് വ്യക്തമായിട്ട് മനസ്സിലാകും. ഇപ്പോൾ അപ്സരയുടെ അമ്മ ഒന്ന് ഓവർ ആക്ട് ചെയ്തിട്ട് പോയി. ഇപ്പോൾ സിജോയുടെ അമ്മ ആക്ടിംഗ് ഒന്നും ചെയ്തില്ല, പക്ഷേ ഡീസൻ്റ് ആയിട്ട് പറഞ്ഞു. അത് പറഞ്ഞുകൊണ്ട് അഭിഷേകിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവുമെന്ന് തോന്നില്ല. പകരം അഭിഷേകിന് ഇപ്പോഴും ഉള്ളിൽ ഫീൽ ചെയ്യുന്നുണ്ടാവും, ആ ലെറ്റർ എഴുതി അബദ്ധം കാണിച്ചു തന്നു, മദേഴ്സ് ഡേയുടെ ലെറ്റർ എഴുതി അബദ്ധം കാണിച്ചു എന്നുള്ള ഫീൽ തന്നെയായിരിക്കും അഭിഷേകിന് ഇപ്പോൾ ഉള്ളത്. കാരണം അഭിഷേകിന് ഇത്തരം സെന്റിമെന്റ്സിന്റെ പുറകെ പോകാൻ താല്പര്യമില്ല.
അപ്പോൾ അവസാനം ഈവനിങ് ആയപ്പോഴത്തേക്കും ഫാമിലീസൊക്കെ പോയി. അപ്പോൾ ഫാമിലി പോകുന്നതിന് മുമ്പ് നോറയുടെ അച്ഛൻ നോറയോട് ചോദിച്ച ചോദ്യം പപ്പ വരണ്ടായിരുന്നു അല്ലേ എന്നാണ്. അത് നോറയുടെ ഉള്ളിൽ തട്ടിയിട്ടുണ്ടോ ഇല്ലെന്നറിയില്ല, പക്ഷെ കണ്ടിരുന്ന നമ്മുടെ എല്ലാം ഉള്ളിൽ തട്ടിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. കാരണം നോറയും അത്രയ്ക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. നോറ അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, ബ്ലാക്ക് മെയിൽ എന്നൊരു തമാശ രീതിയിൽ ഉപയോഗിച്ചൊരു വാക്കിൽ കയറി പിടിച്ച് അവിടെ കുളമാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർ പോയി കഴിഞ്ഞതിന് ശേഷവും നോറ കിടന്ന് കരയുന്നുണ്ടായിരുന്നു. നോറയ്ക്ക് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കരയാൻ റീസൺ കിട്ടാതിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഫാമിലി വന്നു പോയതിന് ശേഷം ഇന്നലെ നോറയ്ക്ക് റീസൺ കിട്ടി. നോറ നല്ല രീതിയിൽ കരഞ്ഞ് നിലവിളിച്ച് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. കൂട്ടുകാരികളിലും റസ്മിൻ്റെ ഒക്കെ മുന്നിലാണെന്ന് തോന്നുന്നു, ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്ന് പറയുന്നു, എന്തൊക്കെയോ പറഞ്ഞ് അനാവശ്യമായ കരച്ചിൽ തന്നെയായിരുന്നു അത്. അദ്ദേഹം തമാശ രീതിയിലാണ് പറഞ്ഞത്. ബ്ലാക്ക് മെയിൽ ഇങ്ങനെ പറയാറുണ്ടല്ലോ, അതൊരു തമാശ രീതിയിലാണ് പറഞ്ഞത്. അതിനെ വളരെ സീരിയസ് ആക്കി അതിന് ആ കണ്ടീഷൻ, ആ ഒക്കേഷനെ വൃത്തികേടാക്കുകയാണ് നോറ ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിനും തോന്നിയിട്ടുണ്ടാവണം ഞാൻ വരണ്ടായിരുന്നു എന്ന്. അത് തന്നെയാണ് അദ്ദേഹം പോകുന്നതിന് മുമ്പ് ചോദിച്ചത്, ഞാൻ വരണ്ടായിരുന്നു അല്ലേ. അതിനിടെ അർജുനും ശ്രീതുവും തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അർജുന് ക്ലാരിറ്റി വേണം എന്തുകൊണ്ടാണ് ശ്രീതു തന്നിൽ നിന്ന് അകന്നു പോകുന്നതെന്ന്. ശ്രീതു പറയുന്നുണ്ട് ഞാൻ ലൈറ്റ് ഓഫ് ആകുമ്പോൾ ഉറങ്ങാൻ പോകുന്നു എന്ന്. അപ്പോൾ നമുക്കറിയാമല്ലോ, അത് അർജുൻ അറിയില്ലെങ്കിലും നമുക്കറിയാമല്ലോ, അർജുനുമായിട്ടുള്ള ഇത് കുറയ്ക്കാൻ വേണ്ടി ശ്രീതുവിൻ്റെ മമ്മി തന്നെയാണ് പറഞ്ഞത് ലൈറ്റ് ഓഫ് ആകുമ്പോൾ ഉറങ്ങാൻ പോകണമെന്ന്. ശ്രീതു അർജുനോട് പറഞ്ഞില്ല എന്തുകൊണ്ടാണ് താൻ ലൈറ്റ് ഓഫ് ആകുമ്പോൾ ഉറങ്ങാൻ പോകുന്നതെന്ന്. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ നമ്മുടെ സെറീനയെ പറ്റി റനീഷയുടെ അമ്മ വന്നപ്പോൾ, ഫാമിലി ഡേയിൽ വന്നപ്പോൾ ദുബായ് ചോക്ലേറ്റ് അധികം കഴിക്കേണ്ട എന്ന് പറഞ്ഞൊരു ഇൻഡിക്കേഷൻ കൊടുത്തു. അതിൽ നിന്ന് തന്നെ റനീഷയ്ക്ക് മനസ്സിലായി സെറീനയായിട്ടുള്ള ബന്ധം തുടരരുതെന്ന്. അതിനുശേഷം അവർ തമ്മിൽ ഫ്രിക്ഷൻ ഉണ്ടായത്, തമ്മിൽ വഴക്കുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ അധികം വഴക്കൊന്നും ഉണ്ടായില്ല, പക്ഷേ ശ്രീതു ഇതിന് ശേഷം ഗ്യാപ്പിട്ടാണ് പെരുമാറുന്നത്. പക്ഷേ അർജുന് മനസ്സിലാവുന്നില്ല എന്താണ് റീസൺ എന്ന്. അതോടൊപ്പം മറ്റൊരു കണ്ടീഷൻ ഉണ്ടായത്, അർജുൻ ശ്രീതു സെപ്പറേറ്റ് ആയപ്പോൾ അല്ലെങ്കിൽ ഗ്യാപ്പ് വന്നപ്പോൾ അർജുൻ ഇപ്പോൾ ജാസ്മിനുമായിട്ട് കൂടുതൽ ടൈം ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അത് ശ്രീതുവിന് പ്രശ്നവുമുണ്ട്. ശ്രീതു അകന്നു പോയാലും അർജുൻ വേറെ ആയിട്ടെങ്കിലും പോകുമ്പോൾ ശ്രീതുവിനൊരു പൊസസീവ്നെസ് തലവെക്കുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം. അപ്പോൾ അർജുൻ അതിനെ ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. ഞാനും ജാസ്മിനും ഒരേ ടീമിലാണ്, ഒരേപോലെ ഒരേ ഗെയിമിൽ കളിക്കേണ്ടി വരും, ഒരുമിച്ച് കളിക്കേണ്ടി വരും. അപ്പോഴുള്ള ഇന്ററാക്ഷനാണ്, അത് കുറച്ച് നീണ്ടു പോകുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ശ്രീതു പറയുന്നത് ഓക്കെ അപ്പോൾ പുതിയ കോംബോ ആണല്ലേ. ശ്രീതുവിന് ഒരു ഡിസീവ് ചെയ്യപ്പെട്ട ഒരു ഫീലിംഗ് ആണ് ഇപ്പോൾ ഉള്ളത്. ശ്രീതു പറയുന്നത് നീ പുതിയ കോംബോ കണ്ടുപിടിച്ചു അല്ലേ, അതായത് തങ്ങളുടെ കോംബോ ഫേക്ക് ആയിരുന്നു എന്നുള്ള രീതിയിലാണ് ശ്രീതു സംസാരിക്കുന്നത്. പക്ഷെ അർജുൻ അങ്ങനൊന്നും അല്ല. അർജുൻ ഒരു നോർമൽ ഫ്രണ്ടായിട്ട് തന്നെ, ഒരു നല്ല ഫ്രണ്ടായിട്ട് തന്നെയാണ് ശ്രീതുവിനെ കണ്ടിരുന്നത്. അപ്പോൾ അതിനുശേഷം രാത്രി ഇവർ രണ്ടുപേരും സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബിഗ് ബോസിന്റെ ഹൗസിന്റെ ഒരു പ്രത്യേകത, ഏതെങ്കിലും ഒരു സപ്പോർട്ടില്ലാതെ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ അഖിൽമാരാണെങ്കിലും അഖിലിന് ഷിജു എന്നൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഒരു സപ്പോർട്ടില്ലാതെ, ഒരു ആള് പോലെ സംസാരിക്കാനില്ലാതെ മുന്നോട്ട് പോകുന്നത് ബുദ്ധിമുട്ടാണ്. മനസ്സ് തുറന്ന് സംസാരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ മുന്നോട്ട് പോകൽ കുറച്ചുകൂടെ എളുപ്പമാകും. ഇപ്പോൾ ജാസ്മിൻ ഒരു സപ്പോർട്ടായിട്ട് അർജുനെ കരുതുന്നുണ്ടാവും. ഇപ്പോൾ ഗബ്രി പോയ ഒഴിവിലേക്ക് അർജുനെ റിക്രൂട്ട് ചെയ്യാൻ സാധ്യത കുറവാണെന്നാണ് തോന്നുന്നത്. പക്ഷേ ഒരു സപ്പോർട്ട് ജാസ്മിനും ആവശ്യമാണ്. കാരണം ജാസ്മിൻ എല്ലാവരുമായിട്ട് അടി ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നതാണ്. അപ്പോൾ ജാസ്മിന് മനസ്സ് തുറക്കാൻ ഇപ്പോൾ റസ്മിനുണ്ടെങ്കിലും റസ്മിനുമായിട്ടുള്ള ബന്ധത്തിനും ഉലച്ചിൽ തട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു മെയിൽ ഫ്രണ്ട് വേണമെന്നുണ്ടെങ്കിൽ അർജുൻ ആണ് കുറച്ചുകൂടെ റിലയബിളും കുറച്ചുകൂടെ ജാസ്മിൻ്റെ റേഞ്ചിൽ വരുന്നത്. ബാക്കിയുള്ളവരെല്ലാം ഡിഫറെൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള വ്യക്തികളാണല്ലോ. ബാക്കിയുള്ളവർ മാരീഡാണ്. അഭിഷേകിന് ഇത്തരം കാര്യങ്ങളിൽ താല്പര്യമില്ല. അപ്പോൾ അർജുനാണ് ജാസ്മിൻ നോക്കിയപ്പോൾ കുറച്ചുകൂടെ ഈസിലി റീച്ചബിൾ. അപ്പോൾ അർജുനായിട്ട് കോംബോയ്ക്കോ അല്ലെങ്കിൽ അർജുനുമായിട്ട് സംസാരിച്ച് മുന്നോട്ട് പോകാനോ താല്പര്യപ്പെടുന്നുണ്ടാവാം ജാസ്മിൻ. അത് ശ്രീതുവിന് ഇഷ്ടപ്പെടുന്നില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് കൂടി ആയിരിക്കണം ഇന്നലെ ലൈറ്റ് ഓഫ് ആയതിനു ശേഷവും ശ്രീതു വന്ന് അർജുനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ കോംബോയെ പറ്റി പറഞ്ഞ് കളിയാക്കുന്നുണ്ടായിരുന്നു. ആ കളിയാക്കലിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് ശ്രീതുവിന് ഇവരുടെ കോംബോ ഇഷ്ടപ്പെടുന്നില്ല, തന്നെ ഒഴിവാക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ ശ്രീതു ഇപ്പോൾ 2 വള്ളത്തിലും കാല് ചവിട്ടുന്നതിനെ പറ്റി റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മമ്മി പറഞ്ഞ വാക്കുകളും പിന്തുടരണം, മമ്മി പറഞ്ഞത് ഓർഡേഴ്സും ഫോളോ ചെയ്യണം. അതോടൊപ്പം അർജുനുമായിട്ടുള്ള കോംബോയും മുന്നോട്ട് കൊണ്ടുപോകണം. അർജുനെ അത്ര പെട്ടെന്ന് വിടാൻ പറ്റില്ല, മമ്മിയും വിടാൻ പറ്റില്ല. അപ്പോൾ 2 വഞ്ചിയിലും കാല് വെച്ച് മുന്നോട്ട് പോകുന്നത് എങ്ങനെ എന്നതിനെ പറ്റി സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശ്രീതു. അപ്പോൾ ഇന്നിനി ജാസ്മിൻ്റെ ഫാമിലി വരുന്നുണ്ട്, റസ്മിൻ്റെ ഫാമിലി വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പ്രൊമോ കണ്ടില്ല. ജാസ്മിൻ്റെ ഫാമിലിയുടെ മാത്രമാണ് പ്രൊമോ കണ്ടത്. റസ്മിൻ്റെ ഫാമിലി വരുന്നില്ല എങ്കിൽ ഏറെക്കുറെ ഉറപ്പാണ് ഇന്നോ നാളെയൊക്കെ ആയിട്ട് റസ്മിൻ പുറത്തു പോകുമെന്നുള്ളത്. അതല്ലെങ്കിൽ അടുത്ത ആഴ്ച പുറത്തു പോകുമായിരിക്കും. അപ്പോൾ ഈവനിങ്ങിൽ ഓർമ്മയുണ്ടോ ഈ നമ്പർ എന്നൊരു ടാസ്ക് ഉണ്ടാകുന്നത്. വിജയിച്ചത് നെസ്റ്റും ടണലുമാണ്. 2ാം സ്ഥാനത്ത് പീപ്പിൾസ് ടീം എത്തി, 3ാം സ്ഥാനത്ത് ഡെൻ ടീം എത്തി. ഡെൻ ടീമിൽ നിന്ന് നന്ദന മാത്രമാണ് കറക്റ്റായിട്ട് നമ്പേഴ്സ് പറഞ്ഞത്.
അപ്പോൾ ടാസ്കുകളുമായിട്ട് മുന്നോട്ട് പോകണം. TTF മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ വിശേഷങ്ങളും പുതിയ അനാലിസിസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.